നമസ്കാരം സുഹൃത്തുക്കളെ. മനുഷ്യസഹജമായ വികാരങ്ങളെയും ലൈംഗികതയെയും മതം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതപ്പെട്ട നിയമങ്ങൾ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ എത്രത്തോളം യുക്തിസഹമാണ്? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇസ്ലാമിക നിയമങ്ങളിലെ ലൈംഗികതയെക്കുറിച്ചും അതിൽ തന്നെ സ്വയംഭോഗം, അടിമഭോഗം എന്നീ വിഷയങ്ങളെക്കുറിച്ചുമാണ്. കേൾക്കുമ്പോൾ അല്പം ഗൗരവകരമെന്ന് തോന്നാമെങ്കിലും ഇതിന്റെ പിന്നിലെ യാഥാർത്ഥ്യങ്ങൾ തിരയുമ്പോൾ അത്ഭുതകരമായ പല വസ്തുതകളും നമുക്ക് മുന്നിലെത്തും. നമുക്ക് ഖുർആനിലെ ഒരു വചനത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. സൂറത്ത് മുഅ്മിനൂൻ അധ്യായം 23 1 മുതൽ 5 വരെയുള്ള വചനങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ വിജയികളായ വിശ്വാസികളുടെ ഗുണങ്ങളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. നമസ്കാരത്തിൽ ഭക്തി കാണിക്കുന്നവർ, അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവർ, സകാത്ത് നൽകുന്നവർ എന്നിവരോടൊപ്പം പറയുന്ന മറ്റൊരു പ്രധാന കാര്യമാണ് തങ്ങളുടെ ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കുന്നവർ എന്നത്. എന്നാൽ ഇവിടെ അല്ലാഹു ഒരു ഇളവ് നൽകുന്നുണ്ട്. അത് ആരിൽ നിന്നൊക്കെയാണെന്ന് നോക്കൂ. തങ്ങളുടെ ഭാര്യമാരിൽ നിന്നും തങ്ങളുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയവരിൽ നിന്നും. അതായത് ഈ രണ്ടു വിഭാഗത്തിൽ നിന്നും ലൈംഗിക സുഖം തേടുന്നത് കുറ്റകരമല്ലെന്നും അതിനപ്പുറം മറ്റെന്തെങ്കിലും തേടുന്നവർ അതിരുവിട്ടവരാണെന്നുമാണ് ഖുർആൻ പറയുന്നത്. ഇവിടെയാണ് നമ്മുടെ ചർച്ച തുടങ്ങുന്നത്. ആരാണ് ഈ വലങ്കൈകൾ ഉടമപ്പെടുത്തിയവർ? ലളിതമായി പറഞ്ഞാൽ അടിമ സ്ത്രീകൾ. വിഖ്യാത വ്യാഖ്യാതാവായ അമാനി മൗലവിയുടെ തഫ്സീർ പരിശോധിച്ചാൽ ഇത് കൂടുതൽ വ്യക്തമാകും. ഭാര്യമാരുമായും അല്ലെങ്കിൽ നിയമപരമായി തങ്ങളുടെ കീഴിലുള്ള അടിമ സ്ത്രീകളുമായും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം എന്നത് ഇസ്ലാം അനുവദിച്ച കാര്യമാണെന്ന് അദ്ദേഹം അടിവരയിടുന്നു. ബഹുഭാര്യത്വം പഴയനാണെന്ന് ലോകം വിളിച്ചു പറയുമ്പോഴും ലൈംഗികദാഹം ശമിപ്പിക്കാൻ വ്യഭിചാരശാലകളെ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് ഇത്തരം നിയമങ്ങളാണെന്നാണ് മതപണ്ഡിതരുടെ വാദം. 4 ഭാര്യമാരെ വരെ വിവാഹം കഴിക്കാം. അതിനു പുറമെ എത്ര അടിമസ്ത്രീകൾ വേണമെങ്കിലും ഒരാൾക്കാകാം. ഇതിന് പ്രത്യേകിച്ച് എണ്ണം നിശ്ചയിച്ചിട്ടില്ല എന്നതാണ് കൗതുകകരമായ വസ്തുത. യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന സ്ത്രീകളെ എന്തു ചെയ്യണം എന്നതിനെക്കുറിച്ച് ഇസ്ലാം വ്യക്തമായ നിയമങ്ങൾ മുന്നോട്ടുവെക്കുന്നുണ്ട്. സൂറത്തുൻ നിസായിലെ 24-ാം വചനം ഇതിനൊരു ഉദാഹരണമാണ്. വിവാഹിതരായ സ്ത്രീകളെ മറ്റൊരാൾക്ക് വിവാഹം കഴിക്കൽ നിഷിദ്ധമാണെങ്കിലും യുദ്ധത്തിൽ പിടിക്കപ്പെട്ട അടിമ സ്ത്രീകളുടെ കാര്യത്തിൽ ഈ നിയമം ബാധകമല്ല. അതായത് ശത്രുപക്ഷത്തുനിന്ന് പിടിക്കപ്പെട്ട ഒരു സ്ത്രീക്ക് അവളുടെ നാട്ടിൽ ഭർത്താവുണ്ടെങ്കിലും അവൾ മുസ്ലിം സൈന്യത്തിന്റെ കൈകളിൽ അകപ്പെടുന്നതോടെ ആ വിവാഹബന്ധം റദ്ദാക്കപ്പെടുന്നു. അവർക്ക് ഗർഭമില്ലെന്ന് ഉറപ്പുവരുത്തിയാൽ ഉടമസ്ഥന് അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം. ഭർത്താവ് ജീവിച്ചിരിക്കെ തന്നെ മറ്റൊരുവന്റെ ലൈംഗിക അടിമയായി മാറേണ്ടിവരുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥ ആലോചിച്ചു നോക്കൂ. ഇത് ഏതു തരത്തിലുള്ള നീതിയാണെന്ന് ഇന്നും പലർക്കും മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. ഇനി നമുക്ക് മദ്ഹബുകളിലേക്ക് വരാം. ഹനഫി, മാലിക്കി, ഷാഫി, ഹംബലി എന്നീ 4 പ്രധാന കർമ്മശാസ്ത്രധാരകളിലും സ്വയംഭോഗം പൊതുവെ ഹറാമാണ്. ഹനഫി മദ്ഹബിൽ ഇത് ഹറാമിനോട് അടുത്ത മക്റൂഹാണ്. എന്നാൽ ഒരു ചെറിയ ട്വിസ്റ്റ് അവിടെയുണ്ട്. ഒരാൾ വ്യഭിചാരത്തിൽ ഏർപ്പെടുമെന്ന് അത്രമേൽ ഭയപ്പെടുന്നുണ്ടെങ്കിൽ വലിയ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ചെറിയ തിന്മ എന്ന നിലയിൽ സ്വയംഭോഗം ചെയ്യാമെന്ന് ചില പണ്ഡിതർ അഭിപ്രായപ്പെടുന്നു. എന്നാൽ മാലിക്കി, ഷാഫി മദ്ഹബുകൾ ഇതിനെ കർശനമായി എതിർക്കുന്നു. ലൈംഗിക തൃഷ്ണ ശമിപ്പിക്കാൻ ഭാര്യയോ അടിമസ്ത്രീയോ മാത്രമേ പാടുള്ളൂ എന്നാണ് അവരുടെ പക്ഷം. കൈകൊണ്ട് സുഖം തേടുന്നവർ നരകത്തിലാണെന്ന് പ്രസംഗിക്കുന്ന മൗലവിമാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. പ്രവാചകന് മാത്രമായി ചില പ്രത്യേക ഇളവുകൾ നൽകുന്ന വചനങ്ങളും ഖുർആനിലുണ്ട്. സൂറത്ത് അഹ്സാബിലെ 50-ാം വചനം ഇതിന് തെളിവാണ്. പ്രവാചകന് തന്റെ ഭാര്യമാരെ കൂടാതെ യുദ്ധത്തിൽ ലഭിച്ച അടിമസ്ത്രീകളെയും സ്വയം സമർപ്പിക്കാൻ തയ്യാറായ വിശ്വാസിനികളെയും അല്ലാഹു അനുവദിച്ചു നൽകുന്നു. ഇത് പ്രവാചകന് മാത്രം നൽകപ്പെട്ട പ്രത്യേക പദവിയാണെന്നും അതിൽ മറ്റാർക്കും അവകാശമില്ലെന്നും ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. പ്രവാചകൻ ജീവിതത്തിൽ യാതൊരു വിഷമവും ഉണ്ടാകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് വേദവാക്യം പറയുന്നത്. ഇക്കാലത്ത് പല ദീനീ പ്രഭാഷകരും സ്വയംഭോഗത്തെ എതിർക്കാൻ ശാസ്ത്രത്തിന്റെ പേരുപയോഗിക്കാറുണ്ട്. സ്വയംഭോഗം ചെയ്താൽ കണ്ണു കാണില്ല, മുടികൊഴിയും, നടുവേദന വരും, കുട്ടികളുണ്ടാവില്ല എന്നൊക്കെയാണ് ഇവർ തട്ടിവിടുന്നത്. എന്നാൽ ആധുനിക വൈദ്യശാസ്ത്രം ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? 2024-ലും 2025-ലും പുറത്തുവന്ന ഏറ്റവും പുതിയ പഠനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വയംഭോഗം എന്നത് തികച്ചും സ്വാഭാവികമായ ഒരു ശാരീരിക പ്രക്രിയയാണെന്നാണ്. ബ്രിട്ടീഷ് ജേണൽ ഓഫ് സൈക്യാട്രിയിൽ പ്രസിദ്ധീകരിച്ച പഠനമനുസരിച്ച് സ്ത്രീകൾക്കിടയിലെ ലൈംഗിക പ്രശ്നങ്ങൾക്ക് മാസ്റ്റർബേഷൻ തെറാപ്പി വലിയ ഫലം നൽകുന്നുണ്ട്. കൂടാതെ സ്ട്രെസ് കുറയ്ക്കാനും നല്ല ഉറക്കം ലഭിക്കാനും മൂഡ് മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കുമെന്ന് ശാസ്ത്രം പറയുന്നു. ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇത് പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനുള്ള സാധ്യത കുറയ്ക്കുമെന്നാണ്. ചുരുക്കത്തിൽ മതം ലൈംഗികതയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് പഴയകാല ഗോത്ര നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. നൂറുകണക്കിന് അടിമ സ്ത്രീകളെ ലൈംഗികതയ്ക്കായി ഉപയോഗിക്കുന്നത് ഹലാലായും സ്വന്തം ശരീരം ഉപയോഗിച്ച് സ്വയം തൃപ്തിപ്പെടുന്നത് ഹറാം ആയും കാണുന്നതിലെ വൈരുദ്ധ്യം ചിന്തിക്കുന്നവർക്ക് ബോധ്യമാകും. മതഗ്രന്ഥങ്ങൾ പറയുന്നതൊന്നും അറിയാതെ വെറും വൈകാരികമായ പ്രതിരോധം തീർക്കുന്ന വിശ്വാസികളോട് സഹതാപം മാത്രമേ ഉള്ളൂ. ചരിത്രപരമായ വസ്തുതകളും ശാസ്ത്രീയ സത്യങ്ങളും തിരിച്ചറിയുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകുന്നത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇത്തരം ഗൗരവകരമായ ചർച്ചകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.